ചതി രചന അഗ്നി. അവതരണം ഷാഹുൽ മലയിൽ. ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് മായ ഓടി വന്ന് ഫോൺ എടുത്ത് കാതോട് ചേർത്തു. ഹലോ മുത്തേ, നീ എവിടെയായിരുന്നു? ഞാൻ കുറെ നേരം വിളിക്കാൻ തുടങ്ങിയിട്ട്. മറുതലക്കൽ തേനൂറും ശബ്ദത്തിൽ സതീഷിന്റെ ആ വാക്കുകൾ അവൾക്ക് കുളിർമയേകി. എന്റെ പൊന്നെ, ചേട്ടൻ പോകാൻ വേണ്ടി ഞാനും കാത്തിരിക്കായിരുന്നു. ഫോൺ സൈലന്റിൽ ഇട്ടിരിക്കായിരുന്നു. പിടിക്കപ്പെട്ട എന്റെ മരണം ഉറപ്പാ മോനെ, അവളൊരു കൊഞ്ചലോടെ പറഞ്ഞു. ചേട്ടനും മക്കളും പോയോ? പോയി. പിള്ളേര് സ്കൂളിൽ പോയി. ചേട്ടൻ ജോലിക്കും. അപ്പൊ ഇനി നമ്മൾ മാത്രം, അവനൊരു കൊഞ്ചലോടെ ചോദിച്ചു. അവൾ അതേ നാണത്തോടെ മൂളി. അതെ, എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട്, ഞാനത് കഴിഞ്ഞു വരാം. എൻ്റെ പൊന്ന് കുറച്ചുകൂടെ കാത്തിരിക്കേ. അതെന്ത് പറച്ചിലാമോളൂ, ഞാൻ എത്ര നേരം വിളിച്ചിട്ടാണെന്നറിയോ? നീ ഒന്ന് ഫോൺ എടുത്ത്. അപ്പതോ നിനക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നീ പോകണം. എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ഞാൻ എൻ്റെ പൊന്നിൻ്റെ കൂടെ കാണില്ലേ. ഇനി എത്ര നേരം കൂടെ ഞാൻ കാത്തിരിക്കണം? എനിക്ക് നീലാതെ പറ്റില്ല മോളൂ. അതെനിക്കറിയാൻ പൊന്നെ, ഞാൻ പെട്ടെന്ന് വരാം. പോ, എന്നോട് മിണ്ടണ്ട. സതീഷ് പരിപന്നടിച്ച് കോള് കട്ട് ചെയ്തു. അവൾക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ പിണക്കമെല്ലാം മാറുമെന്ന്. എന്നുള്ളതല്ലേ. അവളൊരു പുഞ്ചിരിയോടെ അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. ഇത് മായ. അവളുടെ ഭർത്താവ് സജി ഒരു സ്വകാര്യ ബാങ്കിലെ ക്ലർക്കാണ്. ഇവർക്ക് 2 ആൺമക്കൾ, 5ലും 3ലും പഠിക്കുന്നു. ഒരു സാധാരണ കുടുംബം. സജി മായയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. സജി ഒരു ക്രിസ്ത്യനായതുകൊണ്ട് മായയുടെ വീട്ടുകാർ ഇതുവരെ അവരെ അംഗീകരിച്ചിട്ടില്ല. സജിയുടെ അച്ഛൻ അവൻ്റെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അമ്മ ഈ അടുത്ത കാലത്തും. സജിയും മക്കളും പോയാൽ പിന്നെ മായ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവളുടെ വിരസത മാറ്റാൻ വേണ്ടി സജി തന്നെയാണ് അവൾക്കൊരു ഫോൺ വാങ്ങിക്കൊടുത്ത്. ആദ്യമൊക്കെ ഫോൺ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. കൂട്ടുകാരിയുടെ സഹായത്തോടെ അവൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടാണ് സതീഷിനെ. കാണാൻ സുമുഖൻ, മായയുടെ അതേ പ്രായം. മനസ്സിനിണങ്ങിയ പെണ്ണിനെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തതെന്നാണ് മായയോട് പറഞ്ഞിട്ടുള്ളത്. അവളോട് സംസാരിച്ചപ്പോൾ തൻ്റെ സങ്കല്പത്തിലെ പെണ്ണാണ് താനെന്ന് അവൻ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. സൗഹൃദമായി തുടങ്ങിയ ബന്ധം അത് വളർന്നൊരു പ്രണയത്തിനും അപ്പുറമായി മാറി. ഭർത്താവിനേക്കാളും സതീഷിനെ അവൾ സ്നേഹിക്കുന്നു. അവൻ എന്തു പറയുന്നു അത് അവൾ ചെയ്യും. അവൻ്റെ സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ള പേടി അവൾക്കുണ്ടായിരുന്നു. പ്രണയം ഇപ്പോൾ ഫോണിലൂടെ സെക്സ് ചാറ്റ് ചെയ്യുന്നവരെയായി. മായ വെപ്രാളപ്പെട്ട് ജോലിയെല്ലാം ഒതുക്കി. ഒരു കുളിയും കഴിഞ്ഞ് അവൾ സതീഷിനെ തിരികെ ഫോൺ ചെയ്തു. അവളുടെ കോൾ കാത്തിരുന്നപ്പോൾ ഒറ്റബിലിൽ തന്നെ അവൻ കോൾ എടുത്തു. കള്ളൻ, എന്നോട് പിണങ്ങിപ്പോയതല്ലേ? എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തല്ലോ. എൻ്റെ മുത്തിനോട് എനിക്ക് പിണങ്ങിയിരിക്കാൻ പറ്റൂടി. അവിടെ തുടങ്ങിയ സംസാരം പിന്നെ പലതിലേക്ക് നീണ്ടുപോയി. അവൻ പറഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ അവൾ തുണിയഴിക്കാൻ തയ്യാറായിരുന്നു. ഫോണിൽ കൂടി ഇങ്ങനെ ചെയ്ത് ഞാൻ മടുത്തു. ഞാനൊന്ന് നേരിട്ട് വന്നോട്ടെ മുത്തേ. അയ്യോ, അത് ആരെങ്കിലും അറിഞ്ഞ പ്രശ്നമാവും. നമുക്ക് ഇങ്ങനെ മതി. പറ്റില്ല മുത്തേ, എനിക്ക് നിന്നെ നേരിട്ട് തന്നെ സ്വന്താക്കണം. എന്നാലല്ലേ നമ്മൾ ഒന്നാവും. അവൻ്റെ പഞ്ചാര വാക്കുകൾക്ക് മുമ്പിൽ അവൾ മുട്ടുകുത്തി. പിറ്റേന്ന് വീട്ടിലെല്ലാവരും പോയി കഴിയുമ്പോൾ അവനോട് വരാൻ അവൾ പറഞ്ഞു. പിറ്റേന്ന് പതിയിൽ അവൾ സന്തോഷവതിയായി. എന്നത്തേക്കാളും ജോലി അവൾ പെട്ടെന്ന് തീർത്തു. സജിയും മക്കളും പോയി കഴിഞ്ഞപ്പോൾ അവൾ അവൻ വരാൻ വേണ്ടി കാത്തിരുന്നു. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവളുടെ നെഞ്ചിരിപ്പ് കയറി. അവൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഒരു പേടിയോടുകൂടി അവൾ കതക് തുറന്നു. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ രണ്ടുപേരും പരസ്പരം പ്രണയബദ്ധരായി നോക്കി നിന്നു. മുത്തേ, ഞാനിങ്ങനെ ഇവിടെ നിന്ന് എന്നെ ആരെങ്കിലും കാണും. ഞാൻ അകത്തോട്ട് കയറിക്കോട്ടെ. എന്നിട്ട് ഇന്ന് മൊത്തം ഇങ്ങനെ കാണാലോ. അവൾക്കൊരു നിമിഷം പരിസരബോധം വന്നു. അവൾ അവനെ സ്വീകരിച്ച് അകത്തെ കിടപ്പൂരിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവർ പരസ്പരം എല്ലാം മറന്ന് ഇണചേരാൻ കൊതിച്ചിരുന്ന നാഗങ്ങളെപ്പോലെ ആടി തിമിർത്തു. പിന്നെ ഇത് പതിവായി. സജിയും മക്കളും പോയി കഴിഞ്ഞാൽ സതീഷ് വരും. തിരിച്ചു പോകുന്ന വൈകിട്ടും. നീ ഇല്ലാതെ ഞാനിനി ജീവിക്കില്ലെന്ന് അവൻ്റെ ആ മധുരവാക്കുകൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നൽകി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ വരവ് പറഞ്ഞു. വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി. അവൾ ഫേസ്ബുക്ക് മൊത്തം പരതി. അങ്ങനെ ഒരു പ്രൊഫൈൽ കാണാൻ കൂടിയില്ല. അവൾക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി. ആകെ വട്ടുപിടിക്കും പോലെ തോന്നി. പോകെ പോകെ അവളൊരു യന്ത്രം പോലെയായി. സംസാരമില്ല, ഊണില്ല, ഉറക്കമില്ല. അവളുടെ അവസ്ഥ സജിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായി മാറി. അവനവളെ ചികിത്സക്കായി കൊണ്ട് ഓടി. സജി ജോലിക്ക് പോകാതെ അവൾക്ക് കൂട്ടിയിരിപ്പായി. ഒരു ഉച്ച കഴിഞ്ഞ സമയം ടിവിയിലൊരു വാർത്ത കണ്ട് മായ ഞെട്ടിത്തെരിച്ചു. തട്ടിപ്പ് വീരം പിടിയിൽ. ഫേസ്ബുക്കിലൂടെ സ്ത്രീകളുമായി പ്രണയം നടിച്ച് അവരെ ചതിക്കുന്നതാണ് ഇയാളുടെ തൊഴിൽ. ഒരു ഹോട്ടൽ മുറിയിലെ ഒരു സ്ത്രീയോടൊപ്പമാണ് ഇയാളെ പിടികൂടിയത്. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഒരു വീട്ടമ്മയാണ്. പലരോടും പല പേര് പറഞ്ഞാണ് ഇയാൾ പരിചയപ്പെടുന്നത്. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഭർത്താവിനോടും മക്കളോടും ചെയ്ത ചതിയോർത്ത് അവളുടെ നെഞ്ച് നീറി കുറ്റബോധത്താൽ അവൾ കത്തിയെരിഞ്ഞു. അവൾ മുറിയിലേക്ക് ഓടി. കയ്യിൽ കിട്ടിയ ഒരു സാരി അവൾ ഫാനിലായി കുരുക്കിട്ടു. ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമെന്നോണം ആ കുടുക്കൽ അവൾ തൂങ്ങിയാടി.